സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, കൂട്ടായ്മയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ആസാദിയുടെ പ്രേക്ഷകർക്കറിയാം, നമ്മുടെ ഈ പ്രോഗ്രാം ആസാദി കൂട്ടായ്മ സ്ഥിരമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമല്ല. വല്ലപ്പോഴും അങ്ങനെ ആവശ്യങ്ങളുണ്ടാകുമ്പോൾ പ്രേക്ഷകർക്ക് നാം കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കേണ്ട ദൈവമക്കളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെഷനാണ് ആസാദി കൂട്ടായ്മ. അതായത് വേദോത്സവം പഠിപ്പിക്കുന്നു, നാം കൂട്ടായ്മയുടെ വലങ്കരം കൊടുക്കണം. അങ്ങനെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റെഗുലർ സെഷനല്ല, ഒരു എക്സ്ക്ലൂസീവ്, ഒരു പ്രത്യേകതയുള്ള സെഷനാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മളോടൊപ്പം എറണാകുളത്തിനടുത്ത് പുറവത്തിൽ നിന്ന് ഒരു പ്രിയ ദൈവത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കും. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മെ സ്പർശിക്കുവാൻ ഒക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന പ്രിയ വറീസ് ബ്രദറിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണം. ഞങ്ങൾ കർത്താവെ, ഈ കൂട്ടായ്മ എന്ന പ്രോഗ്രാം കാണുമ്പോൾ തന്നെ അനേക ദൈവമക്കളെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ ഭൗതിക നന്മകളിൽ നിന്നൊക്കെ അവരോട് കൂട്ടായ്മ കാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അപ്രകാരം ഒരു സെഷൻ പിന്നെയും ഞങ്ങൾക്ക് നിൻ്റെ മുമ്പിൽ കടന്നു വരുവാൻ തൊക്കണം. നീ മുഖാന്തരം ഒരുക്കിയതിനായി സ്തോത്രം. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ വ്യത്യസ്തതയുള്ള ഒരു സെഷനാണ്. ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നു. നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പുറത്തു നിന്ന് പ്രിയപ്പെട്ട വറീസ് ബ്രദറാണ്. വറീസ് അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യണം. വെൽക്കം അച്ഛാ. പ്രൈസ് ദി ലോർഡ്. പുറവത്തല്ലേ? IPC പിറവം സെൻട്രലിലെ ഒരു ചർച്ചിലാണെന്ന് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഏത് ചർച്ചാ? IPC മോറിയ വെട്ടിക്കൽ. IPC മോറിയ വെട്ടിക്കലിലെ ഒരു വിശ്വാസിയാണ്. മാസ്റ്റർ KP വർഗീസിന്റെ കീഴിലുള്ള സഭയാണ്. അതെ, ദൈവത്തിന് സ്തോത്രം. ജനിച്ചു വളർന്നതൊക്കെ ഒരു പെന്റിക്കോസ്റ്റൽ പശ്ചാത്തലത്തിലാണോ? അല്ല പാസ്റ്റർ, ഞാൻ യാക്കോബ ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. ഓക്കെ, യാക്കോബ പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നു അല്ലേ? അതെ. അതൊരു ഒറ്റയടിക്ക് പെന്തക്കോസ്തി വരുമൊന്നും അല്ലായിരുന്നല്ലോ. ഒറ്റയടിക്ക് വന്നതല്ല, അല്ല, പല പല കടമ്പകൾ, പല പടികൾ കിടന്നാണ്. ശരി. അപ്പോൾ അങ്ങനെ കുറേ ജീവിതാനുഭവങ്ങൾ കേൾക്കാനുണ്ട്. അതോടൊപ്പം ഇന്ന് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അല്ലേ? ഇന്ന് ഈ കൂട്ടായ്മ എന്നുള്ള സെഷനിൽ ഞാൻ പ്രിയപ്പെട്ട വറീസ് ബ്രദറിനെ പരിചയപ്പെടുത്തുവാനുള്ള കാരണവും അത് തന്നെയാണ്. വറീസ് ബ്രദറിൻ്റെ മകൾ, 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ മകൾ ഒരു വലിയ ഒരു രോഗത്താൽ ഭാരപ്പെടുന്നു. നമ്മുടെ ദൈവമക്കളുമായിട്ട് അതൊന്ന് പങ്കുവെക്കുക എന്ന ഒരാഗ്രഹം, പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ പങ്കുവെക്കാനൊരാഗ്രഹം ഈ സെഷനുണ്ട്. മോടെ പേര് അൻസ വർഗീസ്. നമുക്ക് അതൊക്കെ ഒന്ന് കേൾക്കാം. ആദ്യമായിട്ട് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ കേൾക്കാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞതുപോലെ മോൾക്ക് എന്താ സംഭവിച്ചത് അതൊക്കെ ഒന്ന് കേൾക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. ജനിച്ചു വളർന്ന പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഞാൻ യാക്കോബായ ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ് ജനിച്ചത്. പക്ഷെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥനയോ ഒന്നുമില്ലാത്ത ഒരു കുടുംബമായിരുന്നു ഇവിടേത്. എന്റെ പിതാവ് ഒരു പൂർണ്ണ മദ്യപാനിയായിരുന്നു. അതായത് മദ്യപാനം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കലഹമുണ്ടാക്കുന്ന ഒരു സ്വഭാവം എൻ്റെ പിതാവിന് ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്തെന്നോ, ദൈവത്തോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അന്തരീക്ഷം വളരെ മോശമായിരുന്നു. കാരണം ഒരു കലഹം ഉള്ള വീട് ആയിരുന്നു ഞങ്ങളുടെ. എനിക്ക് 2 അനിയന്മാരും ഒരു സഹോദരിയുമുണ്ട്. ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന ഒരു സ്വഭാവമായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരുന്നത്. മാതാപിതാക്കളെയും ഞങ്ങൾ അനുസരിക്കുന്ന, അതായത് ആ അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. അതായത് മൊത്തം ഒരു കലഹമുള്ള കുടുംബം. അങ്ങനെ വളർന്നു വന്നു.
ഞങ്ങൾ അതിന്റെ ഒരു പ്രധാന കാരണം മദ്യപാനമാണ് അല്ലെ? പിതാവിന്റെ ആ മദ്യപാനം കൊണ്ടാണ് കുടുംബത്തിൽ കലഹം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പിതാവ് കാര്യം മദ്യപിക്കുമെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതിൽ ഒരു കുറവും കാണിച്ചിട്ടില്ല. എന്നും പിതാവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്കുള്ള പലഹാരങ്ങളും ഞങ്ങൾക്കുള്ള എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ട് തരും. പക്ഷെ മദ്യപാനം കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുന്ന ഒരു സ്വഭാവം പിതാവിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. പോയി സാഹചര്യത്തിൽ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം റബ്ബർ ടാപ്പ് ആയിരുന്നു എന്റെ ജോലി. അങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞെങ്കിലും ഭവനത്തിൽ ഒരു സമാധാനം ഇല്ലാതെയായി. അങ്ങനെ ഞാൻ എന്റെ ദേശം തിരുവാണിയിലാണ്. ആ തിരുവാണിയൂർ ദേശത്ത് നിന്ന് മണിയുടെ ഭാര്യയുടെ വീടിന്റെ അടുത്ത് വന്ന് താമസിക്കാനിടയായി. എന്നാലും ഞാൻ ഇവിടെ വന്ന് താമസിച്ചെങ്കിലും ഞാനും പതുക്കെ മദ്യപാനത്തിലേക്ക് പോയി. ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് മദ്യപിക്കുവാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലാണെങ്കിലും ഒരു അന്തരീക്ഷം ശരിയല്ലാതെ പോകുന്ന ഒരു സമയത്ത് ഒരു സഹോദരൻ എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സഹോദര, കോലഞ്ചേരി ഈ യോഗന്നാൻ സാറിന്റെ ഒരു കൺവെൻഷൻ കോലഞ്ചേരിയിൽ നടക്കുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ വേറൊരു സഹോദരൻ എന്നോട് പറഞ്ഞു, സഹോദര, വണ്ടി പോകുന്നുണ്ട്, വരുന്നുണ്ടെങ്കിൽ വരാം എന്ന് പറഞ്ഞത് അനുസരിച്ച് ഞാൻ പോവുകയും അവിടെ പ്രാർത്ഥനയ്ക്ക് കൂടിയതിനു ശേഷം ഞാൻ എന്റെ മദ്യപാനത്തിൽ നിന്ന്, അതായത് ഞാൻ വചനം കേൾക്കാൻ എല്ലാ ആഴ്ചകളിലും പോവുകയും വചനം കേൾക്കുകയും വചനം എന്റെ മദ്യപാനത്തിൽ നിന്ന് എന്നെ വിടിവിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ പറയുന്ന വചനങ്ങൾ, അതായത് മതം മാറേണ്ട, മനസ്സ് മാറിയാൽ മതി എന്നുള്ള ഒരു തത്വമാണ് യോഹന്നാൻ സാറിന് ഉണ്ടായിരുന്നത്. എങ്കിലും അതായത് യോഹന്നാൻ സാർ പറയുന്നത് നമ്മൾ നന്നായി ജീവിക്കുക, പക്ഷെ പള്ളിയൊന്നും മാറേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല, നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക. അതാണ് യോഹന്നാൻ സാറ് എന്റെ ഉപദേശം അതായിരുന്നു സത്യത്തിൽ. പക്ഷേ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്കൂൾ ബസ് ഓടിക്കുവാൻ പോയി. അവിടെ നിന്നും ഞാൻ ആഴ്ചയില് പത്തടിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഡാമിയൻ പാസ്റ്ററിന്റെ അടുക്കൽ എല്ലാ ആഴ്ചയും ആളെ കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്വം എനിക്ക് കിട്ടി. അതനുസരിച്ച് ഞാൻ എല്ലാ ആഴ്ചയും ഈ പത്തടിപ്പാലത്ത് പോവുകയും അവിടെ പറയുന്ന വചനങ്ങളെല്ലാം ഗ്രഹിക്കുവാൻ, അതായത് വിശ്വസിക്കുകയും സ്നാനം നിൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, ആകാശത്തിനും ഭൂമിക്കും കീഴിൽ മധ്യസ്ഥൻ ഒരേ ഒരവൻ, അത് യേശു മാത്രമാണെന്നുള്ള ആ വചനം എന്റെ ഹൃദയത്തിൽ കയറുകയും അതൊക്കെ ഞാൻ എന്റെ ഉള്ളിൽ ചിന്ത വന്നു, സ്നാനം, അതെ കർത്താവിനോട് ചേരുവാൻ, അതായത് മത്തായി 28 പറയുന്നത് ഇതുപോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏൽക്കണമെന്നുള്ള ആ ചിന്ത എന്റെ മനസ്സിൽ വരികയും അതനുസരിച്ച് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാൻ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത മഹാദൈവത്തിന്റെ കൽപ്പന സ്വീകരിക്കണമെന്നുള്ള ആ വാഞ്ച കൊണ്ട് ഞാൻ ലോക്കൽ ഉള്ള ചർച്ചുകളിൽ പോവുകയും അതനുസരിച്ച് KP വർഗീസ് പാസ്റ്റർ വെട്ടിക്കലിന്റെ കീഴിൽ സ്നാനമേൽക്കുകയും ചെയ്തു. യോഹന്നാൻ സാറിന്റെയും കൂട്ടായ്മയിലും എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. അവിടെയും വചനം പ്രസംഗിച്ചത് റോമർ 1:23, മനുഷ്യൻ ശരിയായ ദൈവത്തെ ആരാധിക്കാതെ അക്ഷയനായ മനുഷ്യൻ നാൽക്കാലി, ഇടജാതി, പക്ഷി എന്നിവയുടെ രൂപസാദൃശ്യം ഉണ്ടാക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് ചിലര് മനുഷ്യരെ ആരാധിക്കുന്നു, ചിലവര് പക്ഷികളെ ആരാധിക്കുന്നു, ചിലര് പാമ്പുകളെ ആരാധിക്കുന്നു, ചിലവര് മൃഗങ്ങളെ ആരാധിക്കുന്നു. ഇങ്ങനെ ആ ആരാധന ശരിയല്ല എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. കാരണം ഈ അഖിലാണ്ടത്തെ, ആകാശത്തെ വിരിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിട്ട് സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങളെ സൃഷ്ടിച്ച ഒരു മഹാദൈവമുണ്ട്. ആ മഹാദൈവം യേശു ക്രിസ്തുവാണെന്ന്
എനിക്ക് ബോധ്യം കിട്ടിയതനുസരിച്ച് ഞാൻ കർത്താവിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അങ്ങനെയാണ് സ്നാനപ്പെട്ടത്. എം വൈ യോഹനാൻ സാർ അല്ലേ? അതെ, എം വൈ യോഹനാൻ സാറിന്റെ അവിടെ ചെന്ന് ആദ്യമായിട്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വചനം കേട്ടു. അതായത് മദ്യപാനശീലമൊക്കെ വിടാനുള്ള കാരണമായി തീർന്നു. സ്വർഗരാജ്യത്തിൽ പ്രകാശമാക്കുന്നില്ല, മദ്യം ചുവന്ന കുപ്പികളിൽ തിളങ്ങുന്നതും സർപ്പം പോലെ നിന്നെ കൊത്തുന്നതുമാകുന്നു എന്നുള്ള വചനങ്ങളെല്ലാം എന്റെ ഉള്ളിൽ ക്രിയ ചെയ്തു. ശരി. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വിടുതലിന്റെ ഒന്നാമത്തെ പടി ആ യോഹനാൻ സാറിന്റെ മീറ്റിംഗ്, രണ്ടാമത്തെ പടി പിന്നെ ഡാമിയൻ പാസ്റ്റർ അവിടെ പോകുന്നു, മൂന്നാമത്തെ പടിയായിട്ട് IPCയുടെ ഒരു ചർച്ചിൽ പോയി സ്നാനപ്പെടുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പാ? ഇപ്പോൾ 20 വർഷമായിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ വൈഫും കുഞ്ഞുങ്ങളുമൊക്കെ ഈ ഒരു വിശ്വാസത്തിന് അനുകൂലമായിരുന്നു? അവർ നമ്മളോട് കൂടെ വന്നു? ആദ്യം അനുകൂലമല്ലായിരുന്നു, അവർക്ക് ഇതിനോട് യോജിക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷെ പാസ്റ്റർ ഇവിടെ വന്ന് ക്ലാസ് എടുത്തത് മൂലം ഒരു 6 മാസക്കാലം ഞങ്ങളുടെ ഭവനത്തില് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അനവധി ആളുകളും വന്ന് അതിൽ പങ്കുചേരുമായിരുന്നു, ഇങ്ങനെ ബൈബിൾ ക്ലാസ്സുകൾ. അങ്ങനെ ഒരു ബോധ്യം കിട്ടി. എന്റെ വൈഫിന്റെ പേര് റീന എന്നാണ്. റീനയ്ക്കും ഒരു ബോധ്യം കിട്ടിയതനുസരിച്ച് ഞങ്ങൾ ഒന്നിച്ച് ആണ് സ്നാനപ്പെട്ടത്. മക്കൾക്ക് അന്നേരം പ്രായമായിട്ടില്ലായിരുന്നു, കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. ശരി. അപ്പോൾ പിന്നെ വീട്ടിൽ മദ്യപാനശീലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നടന്ന ഒരാള് വിശ്വാസത്തിലേക്ക് വന്നിട്ടും ആദ്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് ഇപ്പോഴാണെങ്കിലും ജനങ്ങളുടെ വിചാരം പെന്തക്കോസ്തിൽ പോകുന്നതിലും ഭേദമാണ് വെള്ളം അടിച്ച് നടക്കുന്നതെന്നാണ് പല ആളുകൾക്കിടയും ചിന്താഗതികൾ. പക്ഷെ മനുഷ്യന് മാറ്റം വരണമെന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിലും പെന്തക്കോസ്തിൽ ആ കൂട്ടായ്മയായിട്ട് പോകരുതെന്നാണ് പലരുടെയും ആഗ്രഹം ഇപ്പോഴും. ആ സെന്റൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പെന്തക്കോസ്തിൽ പോകുന്നതിലും നല്ലത് വെള്ളം അടിച്ച് നടക്കുന്നതാണെന്നാ ലോകം ചിന്തിക്കുന്നത്. അതെ, ഓക്കെ. അങ്ങനെയാണ് ലോകത്തിന്റെ ചിന്ത. അതായത് അവിശ്വാസികളുടെ മനസ്സ് ദുഷ്ടൻ കുരുടാക്കിയിരിക്കുക. അത് തുറന്നു കിട്ടിയാലല്ലേ പക്ഷേ ഇത്, അതായത് രക്ഷ എന്താണെന്നും ഈ രക്ഷയുടെ സന്തോഷം എന്താണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ അത് മനസ്സിലാക്കി കഴിയുമ്പോഴേ ഇതിനു മുമ്പ് വരാമായിരുന്നല്ലോ എന്ന് തോന്നുകയുള്ളൂ. നമുക്ക് പെന്തക്കോസ്ത് ഒരു സംഘടനയല്ല, ദൈവമാണ് വലുത്, ദൈവമാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ആ ബോധ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മാറ്റം വരും. ഞാൻ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വരുമ്പോൾ എന്റെ ചിന്താഗതി ഈ ലോകത്തിലെ കുറെ നന്മകളാണെന്നാണ് എന്റെ ചിന്താഗതി ഇരുന്നത്. പക്ഷെ അതിനപ്പുറം ഈ സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും നിനക്ക് എന്ത് പ്രയോജനം? ഈ ഭൂമിയിൽ നിനക്ക് പലതും ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ ആത്മാവിന്റെ വില. ഇപ്പോൾ എന്റെ മോക്കളുടെ അവസ്ഥ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഒരവയവം, ആ അവയവത്തിന്റെ വില ഈ 100 കോടിയല്ല, 10,000 കോടിയല്ല, ഈ ലോകം മുഴുവൻ കൊടുത്താലും കിട്ടുന്നതല്ല. ഒരു മനുഷ്യനെ അവനെ അത്ഭുതകരവും അതിശയകരവുമായാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ കൈത്തമ്പ് പോലെ വേറൊരാൾക്കില്ല, അവന്റെ നാവ് പോലെ വേറൊരാൾക്കില്ല, അവന്റെ കണ്ണു പോലെ വേറൊരാൾക്കില്ല. അവൻ അത്ര അതുപോലെയാണ് ദൈവം അവനെ മെനഞ്ഞിരിക്കുന്നത്. അപ്പൊ സൃഷ്ടിപ്പിൽ ഭയങ്കരനാണ് നമ്മുടെ ദൈവം. ആ മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാൻ ഇപ്പോൾ എത്ര പ്രതികൂലം വന്നാലും, എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ ദൈവത്തെ തള്ളിപ്പറയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇപ്പോൾ ദൈവം എന്നോട് ചെയ്തിരിക്കുന്ന, എനിക്ക് പ്രതികൂലമാണെങ്കിലും ദൈവം നോക്കുന്നത് ഇവൻ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത് എന്നാ ചിന്തിക്കുന്നത്, ഇല്ലേ? അപ്പൊ അതിനപ്പുറം ഞാൻ ദൈവത്തെ തള്ളിപ്പറയോ എന്നുള്ളത് ദൈവം നോക്കുന്നുണ്ട്, അല്ലേ? ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ചോദിക്കട്ടെ, നമ്മള് ഓട്ടോ ഓടിച്ച് നടന്ന സമയത്തൊക്കെ കിട്ടുന്ന പൈസ മുഴുവൻ മദ്യപിച്ച് തീർക്കുമായിരുന്നു, അല്ലേ? അതെ, മദ്യപിക്കുമായിരുന്നു. ഞാൻ പൂർണ്ണമായ ഒരു മദ്യപാനിയായിരുന്നു. പക്ഷെ ഈ മദ്യപാനം ഞാൻ തുടർന്ന് പോയിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് പണ്ടേ മാറ്റപ്പെട്ടെ. ഇപ്പൊ ഉള്ള ഈ ആയുസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെയാണ്. എന്റെ ഈ ജീവിതം ദൈവത്തിന്റെയാണ്. ഞാൻ പഴയ അവസ്ഥയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയിൽ കാണുകയില്ല. അതെ. എന്നിട്ട് ഈ വിശ്വാസത്തിലൊക്കെ വന്ന ശേഷം പിന്നെ എന്ത് ജോലിയാ ചെയ്തത്? അതേ ജോലി തന്നെ ചെയ്യുകയായിരുന്നു? ഇപ്പൊ എന്തോ ചെയ്യുന്നത്? വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഓട്ടോ ഓടിക്കുന്നുണ്ടായിരുന്നു. അതായത്
ഞാൻ മദ്യപാനം നിർത്തി കഴിഞ്ഞപ്പോൾ എന്റെ ഹെൽത്ത് കൂടി, അതായത് ആരോഗ്യത്തിന് വർധനവുണ്ടായി. അതനുസരിച്ച് ഞാൻ അധ്വാനിക്കാൻ തുടങ്ങി. അതായത് ഞാൻ റബ്ബർ വെട്ടും, ഓട്ടോറിക്ഷ ഓടിക്കും, സ്കൂൾ ബസ് ഓടിക്കും, ഇങ്ങനെ 3 ജോലി ചെയ്യും. അപ്പോൾ ഞാൻ എന്റെ ഭവനത്തില് അന്തരീക്ഷങ്ങൾ മാറുവാൻ തുടങ്ങി. ഭവനത്തില് അതായത് എല്ലാ ഉപകരണങ്ങളും മേടിക്കാൻ തുടങ്ങി. അതുപോലെ മക്കൾ സാധാ സ്കൂളിൽ പഠിച്ചിരുന്നു. ഞാനത് CBSE സ്കൂളിലേക്ക് മാറ്റുവാനിടയായി എന്റെ മക്കളെ 2 പേരെ. അതുപോലെ ഭവനത്തിന് വലിയ മാറ്റം വന്നു. ഞാൻ ഒരു കൺവെൻഷൻ നടത്തിയ സ്ഥലം, ഞാൻ 5 സെന്റ് സ്ഥലം പൈസ കൊടുത്ത് മേടിച്ച് അതില് 2 നില വീട് വെച്ചു. ആ വീട്ടിലിരുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്, സാക്ഷ്യം പറയുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം മദ്യപാനശീലം നിർത്തിയപ്പോൾ ജീവിതത്തിൽ ആരോഗ്യം വന്നു, അച്ചടക്കം വന്നു, അധ്വാനിച്ചു, ദൈവം അനുഗ്രഹിച്ചു, അല്ലേ? ദൈവം മാനിച്ചു. അഭിവൃദ്ധി ഉണ്ടായി. അഭിവൃദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്ന് ആളുകൾ നോക്കുമ്പോൾ ഇവന്, അതായത് ഈ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എവിടെ നിന്നോ പണം കിട്ടുന്നുണ്ടെന്നുള്ള രീതിയിൽ വരെ ചിന്തിക്കുവാനുള്ള ഇടയായിട്ടുണ്ട്. മറിച്ച് അങ്ങനെയല്ല. ഞാനും പണ്ടൊക്കെ പറയും പെന്തക്കോസ്തിൽ പോയി കഴിഞ്ഞാൽ പണം കിട്ടും എന്നുള്ള ചിന്താഗതി പലരിലും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് മാറ്റം വരുമ്പോൾ, മനുഷ്യന് മാറ്റം വരുമ്പോൾ അതിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു. അതാണ് അതിന്റെ കാരണം. അല്ലാതെ പെന്തക്കോസ്തിൽ പോയതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നുള്ളൂ, അല്ലാതെ നമ്മൾക്ക് ആരും അങ്ങനെ ഇന്ന് തരുമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കള്ള് ഷാപ്പിൽ പോകേണ്ട പണം നമ്മുടെ വീട്ടിൽ വരാൻ തുടങ്ങി. നമ്മുടെ അധ്വാന ഫലവും സമയവും നഷ്ടപ്പെടാതിരുന്നു. ദൈവിക അനുഗ്രഹങ്ങളുണ്ടായി. എനിക്ക് തോന്നുന്നു അതോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ തുടങ്ങി, അല്ലേ? അതിനെ കുറിച്ചൊന്നും. സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഞാൻ പോകാറുണ്ട് പാസ്റ്ററോട് ചേർന്ന്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിരുന്നു. അതുപോലെ ഈ പരസ്യയോഗങ്ങളിൽ പങ്കെടുക്കും. ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് പാടുകയും പ്രസംഗിക്കുകയൊക്കെയും ചെയ്യുന്ന ആളാണ് ദൈവത്തിന് വേണ്ടി. ശരി. പാട്ടുകൾ പാടും? പാട്ടുകൾ പാടും എന്ന് വെച്ചിട്ട് ഒത്തിരി മറ്റേ ഈ നല്ല രീതിയിലല്ല, എന്നാലും പാടും. ദൈവത്തിന് ഇപ്പൊ ആരുടെയും സ്വരം ഈണത്തിൽ പാടണമെന്നൊന്നും അല്ലല്ലോ. ദൈവത്തിന് ഇപ്പൊ പറഞ്ഞാലും ദൈവത്തിന് ഇഷ്ടമാണ്. പാട്ട് പറഞ്ഞാലും ദൈവം ഇഷ്ടപ്പെടുന്നു. ഈണമല്ല അവിടെ വലുത്. ദൈവത്തിന് നമ്മുടെ പാട്ടിന്റെ ഭംഗിയല്ല, അല്ല. ദൈവത്തിന് നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മൾ പാടുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. കാരണം നമ്മുടെ മക്കളുടെ പാട്ട് കേൾക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണല്ലോ. അതുപോലെ ദൈവത്തിന് നമ്മൾ അവന്റെ മക്കളാണ്. മകളിപ്പോ എന്ത് പറഞ്ഞാലും എനിക്ക് ഇഷ്ടമല്ലേ. ഇപ്പൊ പാട്ട് പാടി പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ദൈവം ഓരോരുത്തർക്കും ഒരേ കൃപ തന്നിട്ടുണ്ട്, അതനുസരിച്ച് പോകുന്നു. ശരി. അങ്ങനെ പാടാൻ പറ്റുമെങ്കിൽ ഒരു പാട്ടൊന്ന് മൂളണം. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് മൂളണം. പക്ഷെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അറിയാനുണ്ട്. മോടെ കാര്യമാണ്. ഈ അൻസമോക്ക് എന്താ സംഭവിച്ചത്? അൻസമോടെ അനുഭവം എന്താ? ഇപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിഷയമായിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുന്ന ആ ഒരു വിഷയം ഒന്ന് പറയാം. ഒന്ന് അൻസമോളുടെ വിവരങ്ങളൊന്ന് പറയാം. എന്താ സംഭവിച്ചത്? അതെ, അൻസമോള് +2 പഠിക്കുമ്പോഴാണ് അവൾക്കൊരു ചുമ പോലെ തുടങ്ങുന്നത്. ഈ ചുമ വന്നിട്ട് ഞങ്ങളിത് പല ഹോസ്പിറ്റലുകളിലും, അതായത് കിംസ്, ആസ്റ്റർ, ലൂർദ്, രാജഗിരി, അമൃത, ആയുർവേദം, ഹോമിയോപ്പതി, ഇത്രയും, അതായത് 2015 ഈ ചുമ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ചുമ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പോകാവുന്ന ഹോസ്പിറ്റലുകളിലെല്ലാം പോയി. അപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും ചുമയുണ്ട്, പക്ഷെ നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അൻസയുടെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും രാജഗിരി ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇതായിട്ട് പോകേണ്ടി വന്നു, കഫക്കെട്ട് മൂലം. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഓക്സിജന്റെ അളവ് കുറവ്. പിന്നെ മൊത്തം ആള്, അതായത് 52 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന മോളിപ്പോൾ, ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്നത്, 36 കിലോ വെയിറ്റിലേക്ക് താഴെ പോകുന്നു. അതായത് ഈ വിവാഹം കഴിഞ്ഞൊക്കെ ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനെ വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകുന്നത്, അല്ലേ? അതെ, വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാകുന്നത്. ഞങ്ങൾ വിവാഹത്തിനും മകനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ചുമയുടെ അസുഖമുണ്ട്, അത് ഞങ്ങൾ പല ചികിത്സകളും ചെയ്യുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് കല്യാണം കഴിച്ചതും. അപ്പോൾ മകനും പറഞ്ഞു, അത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് മാറും. അവനും ഒരു വിശ്വാസിയാണ്, അവൻ നല്ല
ചിന്താഗതിയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളോട് ഒപ്പം തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ താങ്ങി നിർത്തുന്നു, എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്നു. അതായത് ഈ മോന്റെ വീട് എവിടെയാ? മോന്റെ വീട് തിരുവാണിയൂര് ഓയിൻ ഓയിൻ എന്ന ഒരു കമ്പനി ഉണ്ട്, അവിടെയാണ്. ശരി. അപ്പോൾ ഈ ഓക്സിജൻ ഒക്കെ എടുത്തുകൊണ്ട് വരുവാനും അത് ഫിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഹോസ്പിറ്റലിൽ പോകാനും എല്ലാം മകൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ വരുവാൻ. അതായത് ഇപ്പൊ എന്റെ സ്വന്തം മോനേക്കായാലും കാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതായത് ഈ അസുഖം പറഞ്ഞാട്ടച്ചാ, അതായത് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അല്ലേ, ചുമയൊക്കെ ആയിട്ട് പിന്നെ വിവാഹശേഷം ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പിന്നെന്താ അടുത്ത കാര്യങ്ങൾ എന്താ സംഭവിച്ചത്? രാജഗിരിയിൽ വെച്ച് പറയുവാനിടയായി ഇങ്ങനെ ലങ്സിന് രണ്ടിന്റെയും കപ്പാസിറ്റി പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഓക്സിജൻ കൺട്രോളിലേ പോവുകയുള്ളൂ, കാര്യങ്ങൾ പോവുകയുള്ളൂ. അപ്പോൾ അവര് പറഞ്ഞു ലങ്സ് മാറ്റി വയ്ക്കുന്ന ഒരു ശസ്ത്രക്രിയ ഉണ്ടെന്ന് 2023 ലാസ്റ്റിൽ പറയുന്നു. അപ്പൊ ഞങ്ങൾ ഇതിന് റെഡി ആയില്ല, കാരണം ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ലങ്സ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതില് റെഡി ആയില്ല. ആരും അതിന് ഒരുങ്ങാൻ തയ്യാറായില്ല. കാരണം ഇത് ഭയങ്കര കോസ്റ്റ് ആണ്, കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾ ഇത് ആരും അറിയിക്കാതെ മരുന്ന് കൊടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുകയും ചെയ്തു. ആരെ അറിയിക്കാതെ പോയത് മൂലം ആരോടും ഇപ്പൊ ഓക്സിജൻ സപ്പോർട്ടിലാണെന്നോ ഒന്നും പറയുവാൻ ഞങ്ങൾക്ക് അതിന് മനസ്സ് വന്നില്ല. പക്ഷെ ഇത് മാറ്റിവെക്കാതെ പോവാൻ വീണ്ടും ആസ്റ്റർ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു ഇത് മാറ്റാതെ കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം ഒരു ദിവസം ജീവിക്കുന്ന എങ്കിലും നല്ല രീതിയിൽ ഓക്സിജൻ എടുത്ത് ജീവിക്കാൻ പാടില്ലേ, നിങ്ങൾക്കിത് മാറ്റുവാൻ സാധിക്കും. ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോളയിലേക്ക് പലരെയും റെഫർ ചെയ്ത് വിട്ടിട്ടുണ്ട്, അവരുടെ നമ്പർ തരാം എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആ നമ്പർ മേടിക്കുകയും ആലപ്പുഴയിൽ ഒരു സഹോദരൻ ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളെ പോയി കാണുകയും പുള്ളി പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് ചെയ്തതിനു ശേഷം ഇപ്പൊ ജോലിക്ക് ഒക്കെ പോകുന്നു, ഒരു കുഴപ്പവും ഇല്ലാതെ വിവാഹം ചെയ്ത് ജീവിക്കുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും തുടർന്ന് ഇതിനായി പോകണം എന്നുള്ള ചിന്ത വരികയും അപ്പോൾ അപ്പോളോയിലേക്ക് ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴി കണക്ട് ചെയ്ത് ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളോട് അവിടെ ചെന്ന് ടെസ്റ്റുകളുണ്ട്, ഇത് മാറ്റി വെക്കണമെങ്കിൽ ടെസ്റ്റുകളുണ്ട്. അപ്പൊ ആ ടെസ്റ്റിന് 5 ലക്ഷം രൂപ ചെലവ് വരും എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഈ 5 ലക്ഷം രൂപ ഉണ്ടാക്കി ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിൽ പോവുകയും അതായത് എല്ലാ ടെസ്റ്റുകളും ചെയ്യണം. ഇത് ചെയ്യുവാൻ എല്ലാം നമ്മുടെ ബോഡി ഫിറ്റ് ആണോ, നമുക്ക് വേറെ ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ ഫുൾ ചെക്കപ്പാണ്. അങ്ങനെ ചെക്കപ്പ് ചെയ്യുകയും ലങ്സിന് മാത്രമാണ് കംപ്ലൈന്റ് ഉള്ളത്, ലങ്സ് മാറ്റി വെക്കുവാൻ കഴിയും എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് അവിടെ തങ്ങുവാൻ വീണ്ടും പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ഫണ്ടില്ലാത്ത കാരണം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. തിരിച്ചു പോന്നെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പനി ഉണ്ടാവുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരികയും ചെയ്തു. തുടർന്ന് ഇപ്പോൾ വീട്ടിലായിരിക്കുന്നു, ഓക്സിജൻ സപ്പോർട്ടോടു കൂടിയാണ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ അവയവം കിട്ടണമെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ അപ്പോളോ ഹോസ്പിറ്റലിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കണം. അപ്പൊ എപ്പോൾ ഈ എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള അതേ അളവിലുള്ള ലങ്സ് വരുന്നോ അപ്പോഴാണ് നമ്മൾക്ക് ഇത് മാറ്റുവാൻ കഴിയുള്ളൂ. അത് നമ്മൾക്ക് ചിലപ്പോൾ ഞങ്ങൾ ചെന്നതിന് ശേഷം 2 ദിവസം കൊണ്ട് കിട്ടാം, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടാം, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് കിട്ടാം. അതിന്റെ ഇത് കണക്ക് നമുക്ക് എന്നാണ് അത് മാറ്റുവാൻ കഴിയുന്നതെന്ന് നമുക്ക് ആർക്കും പറയുവാൻ കഴിയില്ല. ഇപ്പോൾ കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാലും നമുക്കത് ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ അവിടെ വീട് എടുക്കുകയും ചെയ്തു. അപ്പോളോ ഹോസ്പിറ്റലിന്റെ ചുറ്റളവിൽ ഒരു വീട് കിട്ടണമെങ്കിൽ 50,000 രൂപയാണ് അവർ ചോദിച്ചത്. പക്ഷേ 45,000 രൂപയ്ക്ക് ഞങ്ങൾ ആ വീട് ബുക്ക് ചെയ്യുകയും പിന്നെ തുടർന്ന് അവിടെയുള്ള കറണ്ട്, വെള്ളം, മറ്റുള്ള എല്ലാ ഫെസിലിറ്റിക്കും നമ്മൾ പൈസ വേറെ കൊടുക്കണം. അപ്പൊ എങ്ങനെ വന്നാലും പിന്നെ മോൾക്ക് 1 മാസത്തേക്ക് 30,000 രൂപയുടെ മരുന്ന് വേണം, ഓക്സിജൻ വേണം. എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ പെർ മന്ത് 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇപ്പോൾ ആവുന്നുണ്ട്. അപ്പോൾ എത്ര നാൾ ഇത് ഇങ്ങനെ പോകുന്നോ അത്രയും നാൾ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ വെച്ച് 1 മാസത്തേക്ക്
മാസത്തേക്ക് വരും. അപ്പോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് 65 ലക്ഷം രൂപയാണ് സർജറിയുടെ. 65 ലക്ഷം രൂപ, അതായത് 60 ലക്ഷം ആദ്യത്തെ ഇതിനും അത് കഴിഞ്ഞ് ചെക്കപ്പിന് 5 ലക്ഷം രൂപയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്തിൽ ക്രൗഡ് ഫണ്ട് രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതായത് പഞ്ചായത്തുമായിട്ട് ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ മോടെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ശ്വാസകോശം ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ആവശ്യത്തിന് വേണ്ടി ഫണ്ടൊക്കെ കളക്ട് ചെയ്യാൻ അല്ലേ? അതെ അതെ അതെ. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് IPC ചർച്ചിൽ നിന്നുള്ളൊരു ലെറ്റർ ഞാൻ കണ്ടു, ഇതുപോലെ ഈ മകളെ സഹായിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ തന്ന ലെറ്റർ അല്ലയോ? അതെ. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കൂടിയുള്ള ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. അതിനകത്ത് ഫ്രാൻസിസ് ജോർജ് MP, അതുപോലെ അനൂപ് ജേക്കബ് MLA, അതുപോലെ തന്നെ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ, ഇവരൊക്കെ കൂടി ചേർന്നുള്ള ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പിന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതെ. പക്ഷേ ഞാൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലാണ് ഈ ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെന്റ് അവിടെയാണ് നടത്തുന്നത്. പക്ഷേ ഒരു ലങ്സ് അവൈലബിൾ ആയി കിട്ടുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല, പറയാൻ പറ്റില്ല. A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള അതേ അളവിലുള്ള ലങ്സ് കിട്ടണം. അതെ, സെയിം അളവിലുള്ള ലങ്സ് കിട്ടണം. സെയിം അളവിലുള്ള ലങ്സ് കിട്ടണം. അങ്ങനെ ഉണ്ടല്ലയോ? സൂട്ടാവില്ല. ഓ, അതായത് ശരി. സാധാരണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് പോലെ അല്ല, കിഡ്നി ആകുമ്പോൾ അളവൊന്നും പ്രശ്നം വരത്തില്ലല്ലോ. അളവില്ല. ഇത് ഒത്തിരി റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. നമുക്ക് റിസ്ക് എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ, അതായത് ദൈവം ഒരാൾക്ക് ആയുസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അത് ഒരുക്കും. ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മുടെ ആയുസ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ദൈവമാണ് അതെല്ലാം ഒരുക്കുകയും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി അതാണെങ്കിൽ അത് നടക്കും. ഞാൻ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അതില്. അതെ, ഈ വിഷയത്തിൽ ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം. ഞാനിപ്പം പറഞ്ഞു, പഞ്ചായത്ത് രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ എല്ലാവരും സപ്പോർട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമില്ലാതുള്ള സപ്പോർട്ടുണ്ട്. 30 ലക്ഷം രൂപയോളം കളക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി എന്നാണ് എനിക്ക് ഈ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പക്ഷേ 65 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റിൻ്റെ മാത്രം ചിലവ്. അതുകൂടാതെ മെഡിസിനും ചെന്നൈയിൽ പോയി താമസിക്കണം, കാരണം ഒരു ലങ്സ് അവൈലബിൾ ആകുന്നുണ്ട് വരെ. നമുക്കറിയാമല്ലോ, ആരെങ്കിലും ഒരു അങ്ങനെ കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന പോലെ ഒരു അവസ്ഥയല്ലല്ലോ. അതെ അതെ, ആർക്കെങ്കിലും ഉണ്ടാകുന്ന ആക്സിഡന്റ് സമയത്തോ അങ്ങനെ മരണത്തോട് മരിക്കുമ്പോൾ പെട്ടെന്ന് പേരൻസ്, വീട്ടുകാർ ആ ലങ്സ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് A പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ശ്വാസകോശം തന്നെ വേണം. അത് തന്നെയല്ല, അളവ്. ഇപ്പോൾ ശരീരത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടല്ലോ. ഒരു വലിയ ലങ്സ് എടുത്ത് ഒരു ചെറിയ പെൺകുട്ടിയുടെ ആ ഒരു ക്യാവിറ്റിയിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർന്ന് വരണം. ഇതിനകത്ത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കേവലം പൈസയുടെ മാത്രം ഒരു ആവശ്യമല്ല ഇത്. ഒരു പ്രോപ്പറായിട്ടുള്ള പറഞ്ഞാട്ടെ. ഞാനത്, അതായത് ഞങ്ങൾക്ക് വേറൊരാള് ഇതായിട്ട് വേണമല്ലോ. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കുന്നില്ല. ദൈവം അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം മതി. അതായത് ആളിൽ നിന്നാലോ ഇത് സ്വീകരിക്കുന്നത്. ആ ആള് പോയിട്ട് ഞങ്ങൾക്ക് വേണമെന്നല്ല. അങ്ങനെ ദൈവം ഒരുക്കുന്നുണ്ടെങ്കിൽ മതി. ഓക്കെ, ദൈവം ഒരുക്കുന്നുണ്ടെങ്കിൽ മതി. അതായത് വേറൊരാളുടെ ജീവൻ പോയിട്ട് നമുക്ക് കിട്ടണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അത് ദൈവത്തിന്റെ പദ്ധതി, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ പക്ഷേ. ഞാൻ പറഞ്ഞത് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നത് പോലെ അല്ല ഒരു ലങ്സ് കിട്ടുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു വലിയ ധാർമ്മിക പ്രശ്നമുണ്ട്, എത്തിക്കൽ വിഷയമുണ്ട്. കാരണം അതികഠിനമായ ആക്സിഡന്റ് സംഭവിക്കുന്ന ഒരാൾ മരണത്തോട് അടുക്കുമ്പോഴാണ് അവരുടെ വീട്ടുകാരത് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അച്ഛൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം എനിക്ക് മനസ്സിലാകുന്നു. ഒരു വിശ്വാസി എന്ന നിലയിൽ മറ്റൊരാൾ അവരുടെ ജീവിതം നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മുടെ കുഞ്ഞിനൊരു ലങ്സ് കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം വിഷയങ്ങളിൽ നമ്മുടെ ധാർമ്മികത, നമ്മുടെ നൈതികത, നമ്മുടെ എത്തിക്കൽ വിഷയങ്ങൾ പലപ്പോഴും
നമ്മുടെ പ്രാർത്ഥനകളെ പോലും നിയന്ത്രിക്കുക. ചെറിയ പ്രാർത്ഥന വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ കുഞ്ഞിന് വിടുതലുണ്ടാകണം. ദൈവം അത്ഭുതകരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടി എന്നുള്ളതല്ല, ആക്സിഡൻറ്റ് പറ്റുന്ന അനേക ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരുടെ ആ ലങ്സ് എന്തായാലും ആ ശരീരം മണ്ണോട് മറയുന്നതിന് മുമ്പ് അവയവങ്ങൾ ദാനം ചെയ്യാൻ അവരുടെ പ്രിയമുള്ളവർക്ക് ഉണ്ടാകുന്നൊരു മനസ്സ്, ആ മനസ്സ് തന്നെ ഒരു മിറക്കിളാണ് കേട്ടോ അച്ഛാ. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരം മണ്ണിന് വിട്ടുകൊടുക്കാം, മണ്ണിൽ ലയിച്ച് ചേരാം. പക്ഷെ അത് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുകയാണെങ്കിൽ എത്ര വലുതാണ്. അവയവദാനം എന്ന് പറയുന്നതിന്റെ ഒരു മഹത്വം അതാണ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ എന്റെ എടുത്ത് കൊടുക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ എനിക്ക് കൊടുക്കാമായിരുന്നു. അളവ് ശരിയായിരുന്നെങ്കിൽ എന്റെ പോസിറ്റീവ് ബ്ലഡാണ്. അതെ അച്ഛാ, അത് കിഡ്നി ആണെങ്കിലും ലിവർ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ലിവറൊക്കെ ഡൊണേറ്റ് ചെയ്യാം, കിഡ്നി ഡൊണേറ്റ് ചെയ്യാം. പക്ഷെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത അവയവങ്ങളില്ലേ, ഹൃദയവും ശ്വാസകോശവും ഒക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത അവയവങ്ങളില്ലേ, അത് ഇത് മാത്രമേ നിവൃത്തിയുള്ളൂ. മരണം ഡിക്ലെയർ ചെയ്ത ഒരു വ്യക്തിയുടെ അവയവങ്ങൾ ആ വ്യക്തിയുടെ ആളുകൾ ഡൊണേറ്റ് ചെയ്യുവാൻ തയ്യാറാകുക. ഇവിടെ ഞാൻ ഒരു മനുഷ്യന്റെ വില എന്ന് പറയുന്നത് വലുതാണ്, ഈ ലോകത്തെക്കാളും വിലയുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് ഭയങ്കര ഒരു അവയർനെസ് നമ്മുടെ ജനത്തിന്റെ ഇടയിൽ ഉണ്ടാകണം. കാരണം അങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തി നമുക്ക് നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമാകുകയാണെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യാൻ വിഷയം വന്നതോടുകൂടി. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം വന്നതോടുകൂടി എന്റെ ഉള്ളിലും ഇങ്ങനെയൊക്കെ ചിന്തകൾ തന്നെയുണ്ട്. നമ്മള് ഈ അവയവങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ്, പണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ ധ്യാനിച്ച്, അതായത് ഇഞ്ചക്ഷൻ എടുക്കുന്ന ആ ഭയം എന്നിൽ നിന്ന് മാറിപ്പോയി. കാരണം ആ ക്രൂശില് യേശുക്രിസ്തു ഏറ്റ ആ അടിയും, അതായത് മുൾക്കിരീടം വെച്ച് അവന്റെ തലയിൽ അടിച്ചതും ഒക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന, അതായത് നമ്മുടെ ഭയങ്ങളെ മാറ്റിക്കളയും അത്. ഞാൻ നേരത്തെ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്നത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതിനുശേഷം എന്റെ അമ്മയ്ക്ക് ബ്ലഡിന്റെ ആവശ്യം വന്നപ്പോൾ ഞാൻ ഈ ഭയത്തെ ഓർത്ത് ബ്ലഡ് കൊടുത്തിട്ടില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ ഇപ്പോൾ 2 പേർക്ക് ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കിപ്പോ കൊടുക്കുവാനുള്ള ചിന്ത വന്നു. കാരണം ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പൊ ഈ നമ്മുടെ അവയവങ്ങൾ നമുക്ക് ഒരെണ്ണം, ഇപ്പൊ കിഡ്നി 2 ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊടുത്ത് കഴിഞ്ഞിട്ട് ജീവിക്കാം, മനുഷ്യന് ജീവിക്കാം. അപ്പൊ അങ്ങനെ കൊടുക്കാൻ ഒരു തയ്യാറെടുപ്പ് എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതെ, പറഞ്ഞോ. കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കേരളത്തിൽ ഒത്തിരി ആളുകൾ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. കൊച്ചോസഫ് ചിറ്റിലപ്പള്ളിയെ പോലെയുള്ളവർ, അതുപോലെ ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരു അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാകണം. അതെ, കിഡ്നി കൊടുത്തില്ലെങ്കിലും ഇപ്പം പ്രിയപ്പെട്ട വർഗീസച്ചാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് പോലും എത്ര വലിയ കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടാകണം. പ്രത്യേകിച്ചും അൻസമോക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് ഒരു അത്ഭുതം ചെയ്യട്ടെ. കർത്താവ് ഏത് വിധത്തിലാണ് അത്ഭുതം ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. അതൊരു പക്ഷേ മിറക്കുലസ് ആയിട്ടുള്ള ഹീലിംഗ് ഉണ്ടാകാം. അതല്ല ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ, മുമ്പേ വർഗീസച്ചാൻ പറഞ്ഞതുപോലെ ഒരു ട്രാൻസ്പ്ലാന്റ് ആണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ, അതിന് യോജിച്ച ഒരു ലങ്സ് അവൈലബിൾ ആകുമ്പോൾ ആ ലങ്സ് മോൾക്ക് കിട്ടത്തക്കവണ്ണം അതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു വലിയ മുറക്കളാണ്. ഞാൻ പ്രേക്ഷകരോട് പറയുക, അവയവദാനം എത്ര മഹത്വമുള്ളതാണെന്ന് മനസ്സിലാക്കി നമ്മളൊക്കെ അതിന് തയ്യാറായിത്തീർന്നാൽ എത്രയോ പേർക്ക് പുതിയ ജീവിതം കിട്ടാനൊക്കെ ഇടയായിത്തീരും. അപ്പോൾ ഈ വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ മുമ്പേ ചില ചിത്രങ്ങൾ കാണിച്ചിരുന്നു. അതായത് ഒരു ചിത്രം ഞാൻ കാണിച്ചത് ഈ അൻസമോളുടെ വിവാഹ ഫോട്ടോയാണ്. അവരുടെ കുടുംബത്തെ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം വിശ്വസ്തനാണ്. ആ മകനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് അൻസമോളും വർഗീസച്ചാനും വൈഫും കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണ്. ദൈവം സഹായിക്കട്ടെ നിങ്ങളെ, നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരി
ഇനിയും അനേകർക്ക് അനുഗ്രഹമായി നിൽക്കത്തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവ് വിശ്വസ്തനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പ്രേക്ഷകരോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുന്നു. എന്തെങ്കിലും അച്ഛനെ പറയാനുണ്ടെങ്കിൽ ഇനിയും പറയാം കേട്ടോ. എന്തെങ്കിലും കണ്ടിന്യൂസ് ഇനി ചേർത്ത് പറയാനുണ്ടെങ്കിൽ. ഞാൻ ഈ തുടർമാനമായിട്ട് ഇങ്ങനെ വചനം പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തുടർമാനമായിട്ട്, അതായത് വചനം എൻ്റെ ഉള്ളില്, ഞാനത് പുറത്തേക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ ഉലാത്തുന്നവൻ, മാറത്ത് പൊൻകച്ചണിഞ്ഞവൻ, വെള്ളോടിന് സദൃശ്യമുള്ള കാലുള്ളവൻ, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, കടലിനെ വിഭാഗിക്കുന്നവൻ, മത്സ്യങ്ങളെ വിളിച്ചു വരുത്തുന്നവൻ, ആദിയും അന്ത്യവുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും അതെ ജലനദികൾ ഒഴുകും. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതെ, ദൈവത്തിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, കാട്ടിലെ വനത്തിന്റെ തോലുരിക്കുന്നു. അതെ, ദൈവം നമ്മുടെ സഹായകനാകുന്നു, നമ്മളെ നടത്തുന്നവൻ, നമ്മളെ പരിപാലിക്കുന്നവൻ, നമ്മളെ രക്ഷിക്കുന്നവൻ. ഇത്ര വലിയ ദൈവം ആരുള്ളൂ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവം. ആ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അതെ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അതെ, മരിച്ച് മൺമറഞ്ഞു പോയ ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിലിരുന്ന് നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ ദൈവത്തെ, അതെ, ആ ദൈവം കണ്ണുണ്ടെങ്കിലും കാണാത്ത ദൈവമല്ല, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത ദൈവമല്ല. ആ ദൈവം നമ്മളെ സഹായിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഇത്ര വലിയ ദൈവം വേറെ ആരുള്ളൂ? അതെ, ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇന്നും ജീവിക്കുന്നു. എത്ര പ്രതികൂലം വന്നാലും ആ ദൈവത്തെ തള്ളിപ്പറയുവാൻ ഇടയാകാതെ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ, കർത്താവ് ആചാര്യ വിശ്വാസത്തെ ഇനിയും വർദ്ധിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല, അത്ഭുതങ്ങൾ ഇനി ചെയ്യുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു മോടെ ഡീറ്റെയിൽസ് ഒന്ന് തരാം. പ്രത്യേകിച്ചും നിങ്ങളിൽ ആർക്കെങ്കിലും ഈ മോളെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ ഭൗതികമായിട്ട് സഹായിക്കണം എന്നുണ്ടെങ്കിൽ, എനിക്കെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ എല്ലാം കൂടെ ചേർന്നൊരു ഒരു ഒരു കമ്മിറ്റിയോ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലേ ഈ ഒരു വിഷയത്തിന് വേണ്ടി? അതായത് ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയുള്ള 65 ലക്ഷം രൂപയാണ് ഈ കമ്മിറ്റി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെന്നൈ പോയുള്ള താമസം, അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മറ്റ് ചിലവുകളുണ്ട്. അതിനുവേണ്ടി മറ്റേ രീതിയിൽ അല്ലേ മോളുടെ ദൈനംദിന ട്രീറ്റ്മെന്റ് നമുക്ക് അങ്ങനെ പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വേറൊരു അക്കൗണ്ടിലേക്ക് അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല. പക്ഷെ അല്ലാതെ ഞാനിപ്പോ ഈ ഫണ്ട് ഇട്ട് ചെയ്യുന്നതിലും അതും ദൈവം കാണുന്നു, പേഴ്സണലായിട്ടാണെങ്കിലും ദൈവം കാണുന്നു. ശരി, ദൈവത്തിന്റെ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകട്ടെ കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രേക്ഷകർ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് നിങ്ങളെ നിയോഗിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഈ പൈതലിനെ സഹായിക്കുവാൻ കഴിയും. എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ സഹായം ഇവർക്ക് ആവശ്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ ഈ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് സഹായിക്കാം. അല്ല എങ്കിൽ വ്യക്തിപരമായിട്ട് ചെന്നൈയിലെ താമസവും മറ്റ് മരുന്നിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ വടീസച്ചാൻ്റെ പേഴ്സണൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ദൈവം നിയോഗം നൽകുന്നത് പോലെ ചെയ്യാം. 2 ഓപ്ഷനും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ. ഇതിപ്പോ എത്ര നാൾ വരുമെന്ന് നമുക്കറിയില്ല. അതനുസരിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. അല്ലാതെ ഇതിപ്പോ ഈ നാളെ കഴിഞ്ഞ് പോരുന്നതാണെങ്കിൽ നമുക്ക് ആ ക്രൗഡ് ഫണ്ടിൽ തീരും, വിഷയങ്ങൾ തീരും. അത് നമുക്ക് മനസ്സിലാവുക. കാരണം ഒരു പഞ്ചായത്ത് കമ്മിറ്റിയൊക്കെ ചേർന്ന് അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് തന്നെ ആ ഒരു ചികിത്സ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയുള്ള 65 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് 5 കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതൊക്കെ ആവശ്യമാണ്. അത് എത്ര നാൾ താമസിക്കേണ്ടി വരുമെന്നറിയില്ല. അതിനൊക്കെ ഒത്തിരി ചിലവുകളുണ്ട്. ദൈവം വഴികളെ തുറക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കൂട്ടായ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുള്ള എമർജൻസിയുള്ള ദൈവമക്കളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ഡോക്ടറായിട്ടുള്ള മകളുടെ കാര്യമാണ് പറഞ്ഞത്.
ദൈവത്തിൻ്റെ കൃപയാൽ ആ മകളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ചാനലിൽ വന്ന മകൾ തന്നെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു സാക്ഷ്യം പറഞ്ഞു. ഞാൻ വിശ്വസിക്കുക ഒരു ദിവസം പ്രിയപ്പെട്ട അൻസമോൾ അവൾ വന്ന് നമ്മുടെ ചാനലിൽ എല്ലാം കർത്താവ് സൗഖ്യമാക്കി അത്ഭുതം സംഭവിച്ചു എന്ന് പറയത്തക്കോണൊരു സാക്ഷ്യം പറയും. അതിനുവേണ്ടി പ്രേക്ഷകരെല്ലാം ഈ കുടുംബത്തെ, പ്രത്യേകിച്ച് അൻസമോളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നിശ്ചയമായിട്ടും വെളിപ്പെടുന്നു ഞാൻ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒത്തിരി വചനങ്ങൾ പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? ഞാൻ ഇങ്ങനെ ബന്ധിക്കുന്ന സമയത്ത് ഇങ്ങനെ വചനങ്ങൾ, ഇപ്പോൾ ഞാൻ തമിഴ് പാട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ് പാട്ട്, ഹിന്ദി പാട്ട്, ഇങ്ങനെ മറ്റുള്ള ഭാഷകളിലുള്ള പാട്ടുകൾ പഠിക്കും. അതെ, പാട്ട് പാടാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പാട്ട് മൂളാങ്കിൽ മൂളാം. ഞാൻ രണ്ടുമൂന്ന് പാട്ട് ഇങ്ങനെ ഇത് ചെയ്ത് പാടാം. ഓക്കെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുയേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തുയേശു നായകൻ കൂട്ടാളിയാണേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. நீங்க எல்லாமே வாழ முடியாதையா, நீங்க இல்லாமே வாழ தெரியாதையா. இயேசுவே என் எஜமானனே, நேசரே என் துணையாளரே, അമ്പാന ദേവൻ എന്നോട് വരുവാൻ അതുപോലും എൻ വാഴ്വില്. പ്രഭുക്ക നാം മേരി ഖുശി കേ ആത്മാം സേ സ്തുതി കരൂംഗാ. പ്രഭുക്ക നാം മേരി ഖുശി ഹേ आत्माम से स्तुति करूंगा. यहोवा राफा वो सब कुछ देता है. Praise the Lord, Pastor. പ്രൈസ് ലോർഡ് അച്ഛാ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വടീസച്ചാൻ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്. തീച്ചുളയിലൂടെ കടന്നു പോകുന്നവൻ്റെ വേദനയിലുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക അനോയിൻറ്റിംഗ് ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ വെച്ചാൽ ആരൊക്കെ തീച്ചൂളയിലൂടെ പോയിട്ടുണ്ടോ അവരുടെ അഭിഷേകം വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുക പ്രിയപ്പെട്ട വറീസ്റ്റാനും ഇന്ന് കടന്നു പോകുന്ന തീച്ചൂളകൾ ചാനയും പണിതുകൊണ്ടിരിക്കുക, അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവത്തിൻ്റെ ബലം കൊണ്ട് നമ്മുടെ ദൈവമക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ അനുഗ്രഹിക്കപ്പെടട്ടെ. പക്ഷേ ഇപ്പൊ എന്റെ വിഷയത്തില് ഇപ്പൊ പൗലോസിന് ശൂലം വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ അത് മാറിയില്ല. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് ആ ദൈവത്തിന്റെ അതായത് ഇതായി പോകാതെ, അതായത് നിഗളിച്ചു പോകാതെ ഇരിക്കാനായിട്ടാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലം വരുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ എന്റെ മോള് സൗഖ്യമാകും, ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ ദൈവം ഇതൊന്നും കൂടാതെ ചിലപ്പോൾ ദൈവം സൗഖ്യമാക്കും. ഞാൻ അങ്ങനെ, അതായത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നു അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥിക്കുന്നത്, അപ്പൊ ദൈവം സൗഖ്യമാക്കും. ആ കാര്യത്തിന് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ദൈവം സൗഖ്യമാക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ അതല്ലേ യേശു പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന്. പക്ഷെ ദൈവത്തിന്റെ ഹിതം അതായിരുന്നില്ലല്ലോ.
അപ്പൊ എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പൊ ഞാൻ ഈ വിശ്വാസത്തിൽ വരുമ്പോൾ എനിക്ക് ഈ നന്മകൾ ആയിരുന്നു വലുത്, പക്ഷെ അതിനപ്പുറത്ത് ആ നിത്യതയെ കുറിച്ചുള്ള ആ ബോധ്യമാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്, അല്ലേ? അപ്പൊ ഞാൻ അതായത് വിശ്വാസത്തിൽ വരുമ്പോ ആദ്യം ചിന്തിച്ചത് ഇവിടെ വന്ന നന്മ കിട്ടുമെന്ന, നന്മ കിട്ടും. അതിനപ്പുറം, അതായത് ഒരു മനുഷ്യന്റെ ആയുസ് 70 അല്ലെങ്കിൽ 80, അത് കഴിഞ്ഞാൽ ഒരു നിത്യതയുണ്ട്, അല്ലെ? ഈ ജീവിതം കഴിഞ്ഞ് ദൈവത്തോടു കൂടെയുള്ള വാസം, അത് എത്ര മനോഹരം! അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ ലോകത്തിനപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ഭവനമുണ്ട്, അല്ലെ? യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു, ഭവനം ഒരുക്കിയാൽ നിങ്ങളെ വന്ന് ചേർത്ത് കൊള്ളാമെന്ന്, അല്ലേ? അപ്പൊ യേശുവിന്റെ, അതായത് ദൈവം ഉണ്ടെന്നും, അതായത് ദൈവത്തെ സൃഷ്ടിച്ചത് മനുഷ്യനാണെന്നും, ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അത്യുന്നതങ്ങളിൽ ഇരുന്ന മഹാദൈവം താണലോകത്ത് ഇറങ്ങി വന്നുവെന്നും നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നും, ആ യാഗത്താൽ നമ്മൾക്ക് രക്ഷ വന്നിരിക്കുന്നു എന്നും, ആ രക്ഷിച്ചു കഴിഞ്ഞ് ദൈവം സ്വർഗത്തിൽ പോയിരിക്കുന്നു, ഇനി നമ്മളെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നുള്ള ആ ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണം, എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. അത് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കി കൂട്ടാമെന്നുള്ള ചിന്തയല്ല, അതിനപ്പുറത്ത് ആത്മാക്കളെ രക്ഷിക്കുവാൻ, ആത്മാക്കളെ നേടുവാനുള്ള ഒരു കൃപ നമ്മൾക്കുണ്ടാവണം പാസ്റ്ററെ. ശരി ശരി, അച്ഛനെ പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. സ്തോത്രം. കാരുണ്യവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ മീഡിയ വഴി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷാൽ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. നീ വ്യാധികളെ ചുമക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. നീ വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ കർത്താവേ. നിന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ വചനം അത് വെറുതെ മടങ്ങി വരികയില്ല, അത് അതിന്റെ പ്രവൃത്തി തീർച്ചയായും മടങ്ങി വരികയുള്ളൂ എന്ന് ദൈവവചനത്തിലുണ്ടല്ലോ കർത്താവേ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ. അതെ, ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുവാൻ അനേകർക്ക് മനസ്സ് വരട്ടെ. ദൈവമേ, ഈ കാണുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഒരു സൗഖ്യം കൊടുക്കണം, ഒരു വിടുതൽ കൊടുക്കണം, ഒരു രക്ഷ കൊടുക്കണം, ഒരു സന്തോഷം, ദൈവിക സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയ ചെയ്യുന്ന ഫിന്നി പാസ്റ്ററിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ മീഡിയ വളരുവാൻ ഇടയാക്കണം ദൈവമേ. അനേകർക്ക് ഒരു വെളിച്ചമായി തീരുവാൻ ഇടയാക്കണം ദൈവമേ. എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ഒരു പ്രാവശ്യം നന്ദി പറയുക ജീവിതാനുഭവങ്ങൾ വന്ന് പങ്കുവെച്ചതിൽ. പ്രത്യേകിച്ച് അച്ഛൻ്റെ പല വാക്കുകൾ എന്നെ തന്നെ ചിന്തിപ്പിച്ചു. പല വാക്കുകൾ, എൻ്റെ പ്രയോഗങ്ങൾ എനിക്ക് വിഡ്രോ ചെയ്യേണ്ടി വരുന്നു. അച്ഛൻ്റെ വിശ്വാസം, അച്ഛൻ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ചില ധാർമ്മിക നിലപാടുകൾ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ചും അച്ഛൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന അങ്ങനെയല്ല. കാരണം മറ്റൊരാളുടെ ലങ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് അച്ഛൻ്റെ മനസ്സിലുള്ള ആ ധാർമ്മിക ചിന്ത അത് ദൈവം മാനിക്കും. മാത്രമല്ല, ഏത് അക്കൗണ്ടിലാണ് പൈസ ഇടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അന്നേരം ഇടയ്ക്ക് കയറി. ചില ധാർമ്മിക നിലപാടുകളുള്ള വ്യക്തി എന്ന നിലയിൽ, അതിലൊക്കെ അപ്പുറമായിട്ട് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അച്ഛൻ്റെ വിശ്വാസവും ആ ഒരു ധാർമ്മിക നിലപാടുകളും ദൈവം നീതിക്കായി കണക്കിടുമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാട്ടെ. അതായത് ഈ മാനവ കുലത്തെ രക്ഷിക്കുവാനായിട്ട് യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോ ഈ അൻസയെ രക്ഷിക്കണമെങ്കിൽ ഒരു വ്യക്തിക്കേ പറ്റുള്ളൂ, അല്ലേ? ആ വ്യക്തിക്ക് ഒരാളെയല്ലേ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തു ഈ മാനവകുലത്തെ മുഴുവൻ രക്ഷിച്ചതാ, ഇല്ലേ? അപ്പൊ യേശു ക്രിസ്തു ആണ് വലിയ രക്ഷ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും പകരപ്പെടട്ടെ. ദുഃഖമനുഭവിക്കുന്നവരെ നാം മറക്കരുത്, അവർക്കൊരു പ്രാർത്ഥിക്കണം, കൂട്ടായ്മയുടെ വലങ്കരം നീട്ടണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. God bless you all. Have a wonderful time. Thank you for watching. God bless you.